ഹലോ വെൽക്കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. സോ ടുഡേയ്സ് വീഡിയോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് നേരെ ഞാൻ മുണ്ടായിക്കാണ് പോകാൻ തുടങ്ങുന്നത്. സോ നാളെ സൺഡേ ആണല്ലോ. അപ്പോൾ ഇത് ഞാൻ സാറ്റർഡേ ഈവനിങ് ആണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോകണം. അപ്പോൾ നാളെ സൺഡേ അവിടുത്തെ സ്പെൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞാനെങ്ങനെയാണ് വീട്ടിൽ പോകുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാഗൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇതാ ഇറങ്ങി. അപ്പോൾ ഇതാ വൈകുന്നേരത്ത് സജന താത്ത ഉണ്ട്, പിന്നെ ഇതാ നമ്മുടെ ചേച്ചി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ആണ് പോകുന്നത്. സജന താത്ത ചില സമയത്ത് ഇവിടെ സ്റ്റേ ചെയ്യും, ചില സമയത്ത് മാത്രമേ കേട്ടോ വീട്ടിലേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതാ ഇറങ്ങിയപ്പോഴത്തേനും ബസ് വന്നിട്ടുണ്ട്. നമ്മൾ സ്ഥിരം പോകുന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ എനിക്കിനി നേരെ ഇവിടുന്ന് ഷൊർണൂർ പോയിട്ട് ഷൊർണൂരിൽ നിന്ന് വേറെ ബസ്സിൽ വേണം എനിക്ക് വീട്ടിൽ പോകാൻ. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ ഞാനിതാ വീട്ടിലെത്തിയിട്ട് ഉണ്ട് ഗൈസ്. ഹായ് ഗൈസ്, ഇതാണ് ഗൈസ് ആൻറ്റി. നമ്മുടെ ആൻറ്റി ഒളിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദാ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് അമ്മ. ഓക്കെ, അപ്പോൾ അമ്മ ദാ സീരിയൽ കണ്ടുകൊണ്ടിട്ടാണ് കിച്ചണിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാനെന്താ വീട്ടിൽ വന്നിട്ട് ഈ ഒരു നബാട്ടി വേഫർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് പക്ഷേ വേറെ എന്തോ ഒരു ഫ്ലേവറായിരുന്നു. ഫ്ലേവറൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. ആൻഡ് എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, കണ്ട. സോ യെസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അപ്പോഴത്തേനും അമ്മ ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ചായത ഒഴിച്ചു. ഇനി നമുക്ക് ചായ കുടിക്കണം അല്ലേ. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ ബ്രദറിന് ഒരു ഗ്ലാസ് ചായ കൊടുത്തു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാനും കുടിച്ചിട്ട് ഇനി നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആക്ച്വലി ഞാൻ അത് എയിം ചെയ്തിട്ടാണ് കേട്ടോ വന്നത്, എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. ആൻഡ് ഗൈസ്, ഈ ഒരു കപ്പ് കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കപ്പ് കേക്ക് അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ കഴിക്കാറുണ്ട്. ഓക്കെ, ഹേ ഗായ്സ്, അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു, ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സർക്കസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമൊക്കെയാണ് ഇതിൻ്റെ പീരീഡ്. ഓക്കെ, അപ്പോൾ അതെന്താ സംഭവം എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അമ്മയൊക്കെ ചെറുതാവണ സമയത്ത് പണ്ടൊക്കെ ഇതേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലുള്ള ഒരു സംഭവമാണെന്ന് കേട്ടോ പറഞ്ഞത്. ഇത് പണ്ടൊക്കെ ഉള്ള പോലെ സംഭവം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്തായാലും അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഏട്ടൻ അവിടെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പിന്നെ കുട്ടികളും പിന്നെ എൻ്റെ ആൻറ്റിയുമാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പിൾസൊക്കെ ആയിട്ടാണ് രാത്രി പോകുന്നത്. നല്ല റൈഡായിരിക്കും, നല്ല രസമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് മുണ്ടായ ഗൈസ്. മുണ്ടായ രാത്രിയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം അവിടെ എന്താണ് ഉള്ളതെന്ന്. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി റിക്ക ഡാൻസ് എന്നാണ് കേട്ടോ പറയുക. ഇത് പണ്ടൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നതാണ്. ഞാനിതൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ പാട്ട് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ. പണ്ട് ഉള്ള സമയത്ത് നമുക്ക് ഇത്രയും എന്താ പറയുക മൊബൈൽ ഫോൺസും ടി വി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഡാൻസ്, ഇങ്ങനെ പാട്ട് വെച്ച് ഡാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ആക്ച്വലി കുറച്ച് എന്താ പറയുക ട്യൂബ് ലൈറ്റൊക്കെ ഇങ്ങനെ നിലത്ത് പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ മീതെ ഒരാൾ കടന്നിട്ട് പിന്നെ അതിൻ്റെ മീതൊക്കെ ഒരു ഹോളോബ്രിക്സ് എന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഗൈസ്. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രുവൽറ്റി ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഒരുമാതിരിയൊക്കെ ആയി. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തൊന്നുമില്ല. ഓക്കെ, പിന്നെ വേറെ ഡാൻസ്. അപ്പോൾ അതൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ചെറിയ ഒരു സ്കിറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിവേയ്സ്, പണ്ടുള്ളവർക്കൊക്കെ അത് കാണുമ്പോൾ ശരിക്കും നൊസ്റ്റാൾജി ആയിട്ടുണ്ടാവും. പിന്നെ എല്ലാ ദിവസവും ലേലം ഉണ്ടാവും കേട്ടോ. ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് ലേലം ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഒരു ലേലം എന്താണെന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞങ്ങൾ പോയ ദിവസം ഒരു കൊല പഴമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ആ ഒരു കൊല പഴത്തിന് ലാസ്റ്റ് ലേലം ഒരു 2000 രൂപ വരെയാണ് അതിന് ആ ഒരു കൊലപ്പഴം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലേലം അങ്ങനെയൊക്കെ ആയിരുന്നു. എക്സൈറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഓരോരുത്തരും ഭയങ്കര വാശിയൊക്കെ ആയിട്ട് വിളിക്കുമ്പോൾ നല്ല രസമുണ്ടായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുറച്ച് അത് ഞങ്ങൾ ലേലം വരെ ഇരുന്നുള്ളൂ. പിന്നെ അധികമൊന്നും കാണായിരുന്നില്ല.
വിജയ് അരുണിന്റെ നാമത്തിൽ മുഖം നോക്കി ഡയലോർപ്പിച്ചൊന്നും പറയരുത്. വിജയ് അരുൺ 1100 രൂപ. 1100. അപ്പോൾ ഇതാ ഫൈനലി ഈ ഒരു ചേട്ടനാണ് കേട്ടോ ആ ഒരു കൊല പഴം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇനി ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്താണ്. അപ്പോൾ മീൻ വറുത്തതും പിന്നെ മീൻ കറിയായിരുന്നു രാത്രിയത്തെ ഫുഡ് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. നന്ന് ഫ്രഷായി കിടന്നുറങ്ങി. ഇനി നമുക്ക് നാളെ ബാക്കി കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിതപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ, സൺഡേ ആയിട്ട്. അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടിരിക്കുകയാണ് ഗൈസ് ടിവിയുടെ മുന്നിൽ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം എന്താണ്. പപ്പടം, പുട്ട്, ദിസ് ഈസ് മൈ ഫേവറേറ്റ് കോംബോ ഗൈസ്. ആൻഡ് ചായ. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു. രാവിലെ അല്ല കേട്ടോ, കുറച്ച് ഉച്ചയാകുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഞാൻ പിന്നെ മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിൻ ഉദ്ദേശത്തിലാണ് ഗൈസ് വീട്ടിലേക്ക് വന്നത്. അമ്മയുടെ കുറച്ച് സാരീസൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം എനിക്കിപ്പോൾ റീൽസൊന്നും ചെയ്യാൻ സാരിയില്ല. എൻ്റെ ഉള്ളതൊക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സാരീസൊക്കെ എടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിതാ അമ്മയുടെ കബോർഡിൽ നിന്ന് കുറച്ച് സാരീസൊക്കെ എടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ. സോ ഗൈസ്, ഞാനിതാ ഈ ഒരു സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഹേ ഗായ്സ്, ഞാൻ കുളിച്ച് ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എൻ്റെ ലുക്കൊക്കെ കണ്ടാൽ തോന്നുന്നു ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ ഔട്ടിങ് പോകാമെന്ന്. പക്ഷെ അല്ല കേട്ടോ, റീൽസ് എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എൻ്റെ ഇപ്പോൾ ഇന്ന് റീൽസിന് വരുന്ന ഒരു പ്രത്യേക ഗസ്റ്റാണ്. എൻ്റെ കൂടെ ആദ്യമായിട്ടാണ് റീൽസ് ചെയ്യാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം അത് ആരാണെന്ന്. എനിവേയ്സ്, അപ്പോൾ ഞാൻ റീൽസ് എടുക്കാൻ പോവുകയാണേ. അവിടെ പോയി കാണുമല്ലോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. വെയിലാറിട്ട് പോവാട്ടാ. വെയിലാറിട്ട് പോവാ. അവിടെ പോയി കിടന്നോളെ. കിടക്കുക. അവിടെ പോയി കിടക്കോളെ. ഇവിടെ അല്ല, ഇവിടെ കിടക്കാനല്ല പറഞ്ഞ്. ഇവിടെ അടിയിൽ സോഫയുടെ അടിയിൽ പോയി കിടക്കും. സോ ഗായ്സ്, റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. അമ്മ തജാഷിനെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ അമ്മമ്മ ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ അതാ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ടി വി കാണുകയാണ് ഗൈസ്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡ് വന്നു ഗൈസ് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പലപ്പോഴായിട്ട് വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ മറന്നു പോകും ഗൈസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ അർജുൻ ഉണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതുരുത്തി എയർഡൈനിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എയർഡൈനിൽ നിൽക്കുകയാണ്. ഏട്ടനൊക്കെ വിളിച്ചു കേട്ടോ, പക്ഷെ അവനൊന്നും വന്നില്ല ഗൈസ്. ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടിയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഏട്ടനും പിന്നെ എൻ്റെ കെട്ടിയനും ക്യാമറ കണ്ടതാണ്. ഇതാണ് ഗൈസ് അവസ്ഥ. എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അൽഫാമായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അൽഫാം വിത്ത് റൈസും പിന്നെ അതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. മീൻസ് ലൈക്ക് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ചിക്കൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൾസോ ഷവർമ ഇഷ്ടമാണ്, പിന്നെ അൽഫാം ഇഷ്ടമാണ്. എല്ലാത്തിനും ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് എയർഡൈൻ റെസ്റ്റോറൻറ്റിലത്തെ ഫുഡൊക്കെ. സോ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ വന്നു. ഇനി ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് പതിയെ വീട്ടിലേക്ക് പോകണം ഗൈസ്. ഒരു 9:30 ആയിട്ടുണ്ടാവും കേട്ടോ ടൈം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സൺഡേ ഇതിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളൊന്നും ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ പലപ്പോഴും വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നു പോകും ഗൈസ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും ഞാൻ വ്ളോഗ് എടുക്കുക. അതാണ് നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവില്ല. അതായത് കറക്റ്റ് ഓർഡറിലായിരിക്കില്ല മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. സോ എനിവേയ്സ്, എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റ.